ധൈര്യമായിട്ടിരുന്നോ, നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു. ഞാനും എന്റെ ഫാദർ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, പ്രകൃതിയുടെ ഭാഗമല്ലേ. ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും, യാത്ര പറഞ്ഞോണ്ടിരിക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിശ്രുത ഭരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകിയ 10 ലക്ഷം രൂപ വീട് വെക്കാനായി MLA ടി സിദ്ദീഖ് ശ്രുതിക്ക് കൈമാറി. ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യമുന്നയിക്കുമെന്നും MLA പറഞ്ഞു. ചൂരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം പൂർത്തിയായി വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത്. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു. വീടും പൂർണ്ണമായി തകർന്നു. പിന്നീട് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് സഹായം എത്തുന്നത്. ജെൻസന്റെ ആഗ്രഹം പോലെ ശ്രുതിക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാഗ്ദാനം. തുടർന്ന് ശ്രുതിയുടെ ആവശ്യം പോലെ കൽപ്പറ്റയിൽ തന്നെ വീട് വെക്കാനുള്ള തുകയും അദ്ദേഹം MLAക്ക് കൈമാറുകയായിരുന്നു. മുന്നോട്ട് ജീവിക്കാൻ ശ്രുതിക്ക് ജോലിയും ആവശ്യമാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജോലി നിലവിലെ സാഹചര്യത്തിൽ തുടരാനാവില്ല. അതിനാൽ സർക്കാർ ജോലി ലഭ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. പിന്നാലെ വാഹനാപകടത്തിൽ ജെൻസനും മരിച്ചു. അപകടത്തിൽ 2 കാലും ഒടിഞ്ഞ് ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിലുള്ള ബന്ധുവിനൊപ്പമാണ് കഴിയുന്നത്. ഒരു കാലിന് ശസ്ത്രക്രിയ പൂർത്തിയായി. 2ാമത്തെ കാലിനും വൈകാതെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിനാൽ മാസങ്ങൾ നീളുന്ന വിശ്രമത്തിന് ശേഷം മാത്രമേ സാധാരണ നിലയിലേക്ക് എത്താൻ ശ്രുതിക്ക് സാധ്യമാകുകയുള്ളൂ.